എന്തു പറ്റിയടാ ഇങ്ങോട്ട് പറഞ്ഞേ? ആ വെള്ളിയാഴ്ചക്കാരൻ അണ്ണാച്ചില്ലേ അമ്മാവനോട് എന്തോ അനാവശ്യം ചെയ്തു. ആഹാ, തമിഴന്മാരും തുടങ്ങിയോ? ഒടിവാ പൊന്നു മക്കളെ, ഒടിവായോ ഇവനെ അനാവശ്യം കാണിക്കാൻ വരുന്നേ. പൊന്നു മക്കളെ ഒടിവായോ, ഒടിവാ പൊന്നു മക്കളെ, ഓടിവാ 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 ഓടിവാ. എന്താടാ പ്രശ്നം? ഒടിവാ മക്കളെ, പൊന്നു മക്കളെ ഓടിവാ, ഇവനെ അനാവശ്യം കാണിക്കാൻ വരുന്നേ. ഇവൻ എന്നെ ചെയ്തെന്നറിയാമോ? ഇവൻ എന്തൊക്കെ അനാവശ്യം എന്നോട് പറഞ്ഞെന്നറിയാവോ? അവൻ എടാ എന്താണ് നീ എന്താ എന്താണ് നീ അമ്മച്ചീനെ ചെയ്ത്? എണീക്കട. അണ്ണൻ അടിക്കാനും ഞാൻ ഒന്നുമേ പെണ്ണില്ലേ, എന്നിട്ടാണ് ആ ബ്രാഞ്ച് അമ്മച്ചി തന്നെ വിളിക്കണേ. അമ്മ പറ, എന്താ പ്രശ്നം? എന്റെ പൊന്നു മോനെ. അമ്മയുടെ കുണുമാവൻ ഞാനല്ലേ, അതോ ഞാൻ അറിയാതെ വേറെ പെണ്ണുമക്കളുണ്ടോ? ഓ, ഞാനതൊരു ഓളത്തെ പറഞ്ഞു പോയതാടാ. ആ അമ്മ പറ. എന്റെ കഷ്ടകാലത്തിന് ഞാൻ ഈ വെള്ളിയാഴ്ച പാട്ടിയോട് തുണി എടുത്താ മക്കളെ. അതിനാണ് ഇവൻ ഈ ആഴ്ച തോറും വന്ന് കിടന്ന് ഈ ബഹളം ഉണ്ടാക്കണത്, എന്നോട് ഈ അനാവശ്യങ്ങൾ കാണിക്കണത് മുതല്. ഒരു തുണി എടുക്കുന്ന പറഞ്ഞ് നീ അമ്മച്ചീനെ എടുത്ത് അനാവശ്യം കാണിക്കൂലടാ. അടിക്കല്ലേ, ഒന്ന് നിർത്തിക്കേ. പ്രശ്നം എന്താ കേക്കട്ടെ. അമ്മ എന്ത് തുണി അമ്മ എന്റെ മേടിച്ചേ? എന്റെ മോളെ ആഴ്ച പൈസ കൊടുക്കാതെ നിർത്തി ഞാൻ ഇവനോടൊരു പാവാട മേടിച്ച്. എന്നിട്ടോ അമ്മ? എന്റെ മോനെ, നമ്മളെല്ലാരും സാധാരണ കൂലിപ്പണിക്കാരല്ലേ, എന്നും വരുമ്പോ പൈസ ഉണ്ടാകണമെന്നില്ലല്ലോ. ഇന്ന് വന്നപ്പോ പൈസ ഇല്ലെന്ന് ഞാനങ്ങ് പറഞ്ഞു പോയി. അതിനാണ് ഇവൻ ഈ പറഞ്ഞ് ഈ ബഹളം ഉണ്ടാക്കുന്നതും ഈ അനാവശ്യം മുഴുവൻ എന്നോട് പറയുന്നതും കാണിക്കുന്നതും ഒക്കെ. അപ്പൊ നിനക്കൊരു അടിയുടെ കുറവുണ്ട്. ഒരു പ്രായം ചെന്നമ്മ ഒരാഴ്ച പൈസ എന്നില്ലെന്ന് പറഞ്ഞ് നിനക്കൊന്ന് ക്ഷമിച്ചൂടെ? ആ നിനക്ക് അടുത്താഴ്ച ഒന്ന് പൈസ മേടിച്ചാ പോരെ? അണ്ണേ അടിക്കത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം சொல்லட்டுமா? ആ കാര്യം ചൊല്ലി. இந்த അമ്മ എന്നോട് കയ്യിൽ നിന്ന് ഒരു പാവാട വാങ്ങിയച്ചു. ഉമ്മേതാനേ? ആ ഉമ്മ ഇത് തന്നെയാണ് അവൻ ഇത്ര നേരം എന്നോട് ചോദിച്ചോണ്ടിരിക്കുന്നത്. കേട്ടോ അവനിപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത്? വൃത്തി കേട്ടവൻ. അയ്യേ എടാ ഭയങ്കര. ഓ ഉമ്മയല്ലേ, ഉണ്മൈ, അതായത് സത്യമാണോ എന്ന്. ഓ ഉമ്മ എന്ന സത്യമാണോന്ന് ഞാൻ തമിഴില് കേട്ടിട്ടുണ്ട്. ആ അപ്പൊ ബാക്കി കേളുങ്ക. இந்த അമ്മ എന്നോട് കയ്യിൽ നിന്ന് 80 രൂപക്ക് ഒരു പാവാട വാങ്ങിയച്ചു. എടാ ദുഷ്ട, വേറെ 80 രൂപയ്ക്ക് വേണ്ടിയാണോടാ നീ ബഹളം വെച്ചത്? അക്ക മുഴുവൻ சொல்லட்டம்மா. അണ്ണനോട് മകളില്ലേ, அந்த மகள் 1ஆம் ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് இந்த അമ്മ എന്നോട് കയ്യിൽ നിന്ന് 80 രൂപക്ക് പാവാട വാങ്ങിയത്. 1ஆம் ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ? ആമ. ഇപ്പൊ എന്താ കുളന്ത എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? +2. 12 വർഷമായി இந்த അമ്മ എന്നോട് കയ്യിൽ നിന്ന് പാവാട വാങ്ങിയിട്ട് 1 രൂപ കൂടി തിരുമ്പി തന്നിട്ടില്ലേ? എല്ലാ ആഴ്ചയിലും ഞാൻ വരുമ്പോ അടുത്ത ആഴ്ച വാങ്ങ ഇപ്പിടി ചൊല്ലി 12 വർഷമായി. ദൈവമേ, 12 വർഷോ? 12 വർഷം മുമ്പ് മേടിച്ച പാവാടയുടെ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇല്ലെന്നേ. ഓ, എനിക്കൊന്നും വേണ്ട നിന്റെ തുണി, ഞാൻ തിരിച്ചു തന്നേക്കാം. ആ അത് മര്യാദ. ഒന്നല്ലെങ്കിൽ അവന്റെ കാശ് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവന്റെ മേടിച്ച സാധനം തിരിച്ചു കൊടുക്കണം. എന്നാ നിന്റെ തുണി. പൈസ തുണി ഇൻസ്റ്റാൾമെന്റും കൊടുത്തു തുടങ്ങി. അണ്ണേ ഇത് കൈക്കല തുണിയല്ലേ, ഇതുதான் நான் 12 വർഷം മുന്നാടി இந்த അമ്മക്ക് കൊടുത്ത പാവാട. അമ്മേ ഇത് നിങ്ങൾ തന്നെ വെച്ചുക്കോ. 80 രൂപക്ക് വേണ്ടി 80 അടി ഞാൻ കൊണ്ടില്ലേ? അമ്മക്ക് തൃപ്തിതാനേ? കടസിൽ ഞാൻ ഒരു വാർത്ത കേക്കട്ടുമാ? ആ കേക്ക്. ഉണ്മയില നിങ്ങ മലയാളിയാ അല്ലെ കൊലയാളിയാ?